വാഗമണ്ണിലെ മൂൺമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. പ്രദേശത്ത് 200ഓളം കുടുംബങ്ങൾ ആശങ്കയിലാണ്. അനധികൃത മണ്ണെടുപ്പും പാറ പൊട്ടിക്കലും പ്രദേശത്ത് നടന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെ മണ്ണിടിഞ്ഞ് വാഗമൺ തൊടുപുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വാഗമണ്ണിലെ ഏറ്റവും ഉയരമുള്ള മലയാണ് മൂൺമല. സുബിൻ തോമസ് ആണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകുന്നതിനായി ചേരുന്നത്. സുബിനി, വാഗമൺ എന്നതല്ല, ഇടുക്കി, അതോടൊപ്പം തന്നെ ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന പരിസര പ്രദേശങ്ങളിലെ മൊട്ടക്കുന്നുകൾ, അതോടൊപ്പം തന്നെ മറ്റ് മലമ്പ്രദേശങ്ങൾ, അവിടെയെല്ലാം സംരക്ഷിത മേഖലയാണെന്നും അവിടെ പാറ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ മാധവ ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവരുടെ ഒന്നും വാക്കുകൾ കേൾക്കാതെ ധിക്കരിച്ചുകൊണ്ട് പാറ പൊട്ടിക്കലും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിൽ അധികാരത്തിലിരുന്ന എല്ലാ സർക്കാരുകളും ഇതിനെല്ലാം പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ തുടരുന്നത്. എന്താണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്? എത്രത്തോളം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ആ സ്ഥലത്തുള്ളത്? തീർച്ചയായും ഗൗതം, വലിയ രീതിയിലുള്ളൊരു ഭീഷണി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയിലാണ് ഈ മുൾമലയിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലുണ്ടാവുകയും ഈ റോഡ് തടസ്സപ്പെടുകയും ചെയ്തത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ മണ്ണെടുത്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ ഭാഗം. ഈ മുകൾ ഭാഗത്തേക്ക് ഒരു വലിയ മലയാണ്. ഈ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിലൊന്നാണ് ഈ മൂൺമല. വളരെ പ്രകൃതി സൗന്ദര്യം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3600ഓളം അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടിവാരത്താണ് ഇത്തരത്തിൽ വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുകയും ഈ പാറകൾ പൊട്ടിച്ചു മാറ്റുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുകയും മണ്ണെടുത്ത് ലോഡ് കണക്കിന് മണ്ണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന പാറകളെല്ലാം തന്നെ പൊട്ടിച്ചു. അതിനുശേഷം ഈ സ്ഥലം ഉപേക്ഷിച്ച് ഉടമ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പിന്നീട് ഉടമ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. ആദ്യഘട്ടം മുതൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് സുരക്ഷ ഒരുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ വില്ലേജിലും പഞ്ചായത്തിലുമെല്ലാം തന്നെ പരാതി നൽകുകയും ഉദ്യോഗസ്ഥരെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതുമാണ്. പിഴ ഉൾപ്പെടെ സ്ഥല ഉടമയ്ക്ക് നൽകുകയും ചെയ്തു. പക്ഷേ അതൊന്നും പാലിക്കാതെ, അല്ലെങ്കിൽ പിഴ ഒടുക്കിയ ശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇയാൾ തുടരുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ്, ഈ റോഡിന്, ഞാനിപ്പോൾ നിൽക്കുന്ന റോഡിന് താഴ്ഭാഗത്തായി ഏകദേശം 200ഓളം കുടുംബങ്ങൾ ഈ താഴ്വാരത്തായി താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ മണ്ണിടിച്ചിലിൽ ഈ സമീപത്ത് ഈ നേരെ താഴെ കാണുന്ന വീടുകളിലെല്ലാം തന്നെ മണ്ണ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം പണിയെടുത്തിട്ടാണ് ഈ റോഡ് ഗതാഗതയോഗ്യമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഈ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എത്രത്തോളം ഭീതിതമാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം? ഇതൊക്കെ പരാതി നൽകിയിരുന്നായിരുന്നു? ഇത് നേരത്തെ പരാതി കൊടുത്തതാണ്. ആദ്യം ഒന്ന് പരാതി കൊടുത്ത് മറ്റേ ജിയോളജി വകുപ്പിൽ നിന്ന് ആളൊക്കെ വന്നത് സ്റ്റേ ഒക്കെ ചെയ്തതാണ്. അന്ന് അവർക്ക് ചെറിയ പെറ്റിയൊക്കെ വന്നു പറഞ്ഞു. വീണ്ടും ഈ അവധി ദിവസങ്ങളായി കഴിയുമ്പോൾ വീണ്ടും പണിയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓരോ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കല്ല് പൊട്ടിക്കൽ, മണ്ണെടുക്കൽ, ഇത് നോർമൽ ഡേയിലൊന്നും ഇതൊന്നും നടക്കുന്നില്ല. ഈ അവധി ദിവസങ്ങൾ വരുമ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ലീവിലേക്ക് പോകുന്ന ഒരു ദിവസം നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് എന്നും മണ്ണെടുക്കുന്നു, പാറ പൊട്ടിക്കുന്നു. ഇതൊക്കെ നമുക്ക് വേനൽ ആയിക്കുമ്പോഴാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. മഴയാകുമ്പോഴാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊട്ട് കാണുന്നതാണ് അതിൻ്റെ വീട്. മഴ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പേടിയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഇതിന് താഴെ 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഭീഷണിയാണ്. അപ്പം ഇത് മുൻകാലം ഇനി തുടർന്നു പോയാൽ ഭാവിയിൽ ഇതൊരു വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് വലിയൊരു ദുരന്തത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്നത്. നിങ്ങൾ ഈ പരാതി കൊടുത്തിട്ടും കൃത്യമായ ഇടപെടലുകളൊന്നും ഉണ്ടായില്ല? പരാതി കൊടുക്കുന്ന സമയത്ത് അധികാരികൾ വന്ന് നോക്കും, കുറച്ച് ദിവസങ്ങൾ നിർത്തിവെക്കും, വീണ്ടും ഈ അവധി ദിവസങ്ങൾ അഗൈൻ ഇത് തന്നെയാണ് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് രാത്രി ഉറക്കമില്ല നമ്മൾ ഇരിക്കുകയാണ്. വലിയ മഴയാണ് പെയ്യുന്നത്. എന്തെങ്കിലും 10-200 കുടുംബങ്ങളാണ്. ഒന്നും നമുക്ക് ഉറക്കമില്ലാതിരിക്കുന്ന ദിവസങ്ങളാണ്. നമുക്ക് വലിയ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒരു ഭയമാണ് ഉള്ളിൽ. മുകൾ ഭാഗത്ത് നിന്ന് ഇനി മണ്ണിടിയാനുള്ളൊരു സാധ്യത? തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് പാറകൾ എടുത്തിട്ട് ഇവർ മണ്ണിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അധികാരി വരുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടി വലിയ പാറകൾ മൂടി വെച്ചിരിക്കുകയാണ്. അത് ഉറപ്പായി മഴ പെയ്യുമ്പോൾ ഊർന്നു വരാനുള്ള സാധ്യത 100% അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള പാറ ഖനനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പൂർണ്ണമായും കാട് കയറി ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവില്ല. അതിന് പല ഭാഗങ്ങളിലായി എടുത്തിരിക്കുന്ന മണ്ണ് ഊർന്നൂർന്ന് താഴേക്ക് വന്ന് ഈ നിലവിൽ വലിയ രീതിയിൽ മുകൾ ഭാഗത്ത് വിള്ളലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നിലവിൽ ഇപ്പോഴും നീരുറവകൾ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന്
കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകേണ്ടതായുണ്ട്. അല്ലെങ്കിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കേണ്ടതായുണ്ട്. ഈ സ്ഥലത്തിന് പട്ടയമുണ്ട് എന്നൊക്കെയുള്ളതാണ് ഈ സ്ഥല ഉടമയുടെ വാദം. തൊടുപുഴ സ്വദേശിയുടെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥലം ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഥലത്തിന് ഏത് വിധേന പട്ടയം ലഭിച്ചു അല്ലെങ്കിൽ പട്ടയമുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്തണം. തങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ഗൗതം. ഓക്കെ വ്യക്തമാണ് സുബിൻ. എന്തായാലും വലിയ ആശങ്കയിലാണ് വാഗമണ്ണിലെ മൂൺമലയിലെ പ്രദേശവാസികൾ. അവരുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. അതായത് മണ്ണിടിച്ചിലും മറ്റും വലിയ ഭീഷണിയാണ്. അതിരൂക്ഷമായ മഴ പെയ്യുമ്പോൾ രാത്രിയിൽ ഉറക്കമില്ലാതെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭം ഉണ്ടാകുമോ എന്നിങ്ങനെ ഭയന്ന് വിറച്ച് ജീവിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടുക്കി ജില്ലയിലും പരിസര പ്രദേശത്തുമൊക്കെ വ്യാപകമായി നടക്കുന്ന പാറ പൊട്ടിക്കലും മറ്റുമാണ് ഈ മണ്ണിടിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നത് മുൻപ് മാധവ് ഗാഡ്ഗിലിനെ പോലെയൊക്കെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ പലതവണ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഈ വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളൊക്കെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്, അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നത്. പക്ഷേ നമ്മുടെ സർക്കാരുകൾ അന്ന് ഈ മാധവ് ഗാഡ്ഗിലിനെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെയും ഒക്കെ തള്ളുവാനുള്ള വലിയ മത്സരമായിരുന്നു എന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. സുമിൻ തോമസ് ആണ് വാഗമണ്ണിൽ നിന്നും ചേർന്നത്.